റഷ്യയിൽ കുടുങ്ങിയ തൃശൂർ പൂമല സ്വദേശികളുടെ മോചനത്തിനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ. ജോലിക്കെന്ന വ്യാജേന റഷ്യയിലെത്തിച്ച് യുദ്ധമുഖത്തേക്ക് അയച്ചെന്ന യുവാക്കളുടെ കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെയാണ് സുരേഷ് ഗോപി ഇടപെട്ടത്. രണ്ടുപേരുടെയും മോചനത്തിനായി എംബസി മുഖേന ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ജെയിൻ, ബിനിൽ എന്നിവരാണ് റഷ്യയിൽ കുടുങ്ങിയത്. ഇവരുടെ മോചനത്തിനായി സകല വഴിയും തേടുകയാണ് കുടുംബങ്ങൾ. ഇതിനിടെയാണ് അപേക്ഷയുമായി സുരേഷ് ഗോപിയെ സമീപിച്ചത്. ശനിയാഴ്ച രാത്രിയോടെ ഇവരുടെ അപേക്ഷ സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നു. ആവശ്യമുന്നയിച്ച് എംബസിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും അവരുടെ മറുപടി ലഭിക്കേണ്ടതുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അതേസമയം ITI മെക്കാനിക്കൽ ഡിപ്ലോമക്കാരായ 32 വയസ്സുള്ള ബിനിൽ, 27 വയസ്സുള്ള ജെയിൻ എന്നിവർ ഇലക്ട്രീഷ്യൻ, പ്ലംബർ ജോലിക്കായാണ് ഏപ്രിൽ 4-ന് റഷ്യയിലേക്ക് പോയത്. എന്നാൽ അവിടെ എത്തിയതോടെ അവരുടെ ഇന്ത്യൻ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടുകയായിരുന്നു. തുടർന്ന് ഇവരെ റഷ്യൻ മിലിറ്ററി സപ്പോർട്ട് സർവീസിന്റെ ഭാഗമായി യുദ്ധമേഖലയിലേക്ക് വിന്യസിച്ചെന്ന് ബിനിലിന്റെ ഭാര്യ ജോയ്സി പറഞ്ഞു. ബിനിലിനും ജെയിനിനും റഷ്യയിൽ പ്രതിമാസം 2 ലക്ഷം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതുവരെ പണം ലഭിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു. ശമ്പളം ലഭിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല, പക്ഷേ ഇതുവരെ 1 രൂപ പോലും വീട്ടിലേക്ക് അയക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ജോയ്സി വ്യക്തമാക്കി. എൻ്റെ പേര് ജെയിൻ എന്നാണ്. വീട് മിണാലൂർ കുറാഞ്ചേരിയിലാണ്. എൻ്റെ പേര് ബിനിൽ എന്നാണ്. വീട് കുട്ടല്ലൂരാണ്. ഞങ്ങളിവിടെ റഷ്യയിൽ ആർമിയിൽ ആണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സന്ദീപിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2-3 ആഴ്ച മുമ്പാണ് സന്ദീപ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എംബസിയിൽ വിളിച്ച് ഞങ്ങളുടെ തിരിച്ചു പോരാനുള്ള പേപ്പറുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും ബാക്ക് പൊസിഷനിലേക്ക് ഇപ്പം മാറ്റിയെന്ന് അറിഞ്ഞായിരുന്നു എംബസി ഇടപെട്ടിട്ട്. ഞങ്ങളിപ്പോഴും ഫ്രണ്ട് ലൈനിൽ തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടൊന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ബാക്കിലോട്ട് പോയി, പക്ഷെ ഞങ്ങൾ മാത്രം ബാക്കിലോട്ട് പോയിട്ടില്ല. എന്താണെന്ന് അറിയില്ല. അതിൻ്റെ കാരണം എന്തിനാണ് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് അപേക്ഷിക്കുന്നു.